ഒരു നിമിഷം കൊണ്ട് സകലത്തിനും മാറ്റം വരുത്തുവാൻ കഴിവുള്ളവൻ, സമുദ്രത്തെയും കരയെയും രണ്ടായി വേർപിരിക്കുവാൻ കഴിവുള്ള അഖിലാണ്ടത്തിന്റെ രക്ഷകനായിരിക്കുന്ന, രക്ഷിതാവായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന, ഒരേ സമയത്ത് സ്വർഗത്തിലും അതേ സമയത്ത് തന്നെ ഭൂമിയിലും പാതാളത്തിന്റെ മേലും അധികാരമുള്ളവനായിരിക്കുന്നവൻ, സ്വർഗം എന്റെ സിംഹാസനമെന്നും ഭൂമി എന്റെ പാദപീഠമാണെന്നും പ്രഖ്യാപിച്ച, സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള നസ്രത്തുകാരനായിരിക്കുന്ന യേശുവിന് കുറച്ച് സഹായികളെ ആവശ്യമായിരുന്നപ്പോൾ ഉന്നതന്മാരുണ്ടായിരുന്നിട്ട്, ഉയർന്നവന്മാരുണ്ടായിരുന്നിട്ട്, വിദ്യാസമ്പന്നന്മാരും ശാസ്ത്രജ്ഞന്മാരും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നിട്ടും, സാമ്പത്തികവും സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കപ്പെടുന്ന, ആരോഗ്യവും ബുദ്ധിയും ബുദ്ധി വൈഭവവും കുലമാഹാത്മ്യവുമുള്ള അനേകരുണ്ടായിരുന്നിട്ടും, ഏറ്റവും സമൂഹം തള്ളിക്കളഞ്ഞിരിക്കുന്ന, ഏറ്റവും പുറകിലേക്ക് ഇച്ചിരിക്കുന്ന സാധാരണ മീൻപിടുത്തക്കാരുടെ ഭവനത്തിനകത്തേക്ക് കടന്നു ചെന്ന് അതിന്റെ അകത്ത് നിന്ന് ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി തീർക്കുമെന്ന് പറഞ്ഞ് ഉയർന്നവനെയും ഉന്നതനെയും ആരെയും വിളിക്കാതെ ഏറ്റവും സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ഒരുവനെ വിളിച്ചു വേർതിരിച്ച് അവന് ജ്ഞാനത്തെ കൊടുത്ത്, പരിജ്ഞാനത്തെ കൊടുത്ത്, ദൈവത്തിന്റെ കൃപയെ കൊടുത്ത്, അധികാരത്തെ കൊടുത്ത്, അഭിഷേകത്തെ കൊടുത്ത് 3.5 വർഷക്കാലം കൊണ്ട് നടന്നിട്ട് അല്പസമയത്തിലേക്ക് എന്റെ നാഥനൊന്ന് മാറി നിന്ന സമയത്തില് അവൻ എനിക്ക് ഈ പണി പറ്റത്തില്ല, എനിക്ക് ഈ സ്ഥാനമാനങ്ങൾ പറ്റത്തില്ല, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ പഴയ ജോലിയിലേക്ക് ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു പോകുകയാണ് എന്ന് അവൻ വിളിച്ചു പറയപ്പെടുമ്പോൾ, ഇന്ന് പകൽ സമയത്തിൽ ദൈവസഭ ഒന്ന് ചിന്തിക്കണം. എന്റെ കർത്താവെന്ന് മുക്കുവ കുടുംബത്തിനകത്തേക്ക് ഇറങ്ങി ശിലരത്തെ വേർതിരിച്ചത് കൊണ്ടാണ്, അവൻ ഏറ്റവും താഴേക്കുള്ള ശിലരെ വേർതിരിച്ചത് കൊണ്ടാണ് ഇന്ന് പ്രഭാത സമയത്തിൽ നിങ്ങളുടെ മന്ദിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ പ്രാഗൽഭ്യത്തോടു കൂടി നിന്ന് പ്രസംഗിക്കുന്നത്. ദൈവികമായ ചിലതൊന്നും എനിക്ക് വേണ്ട എന്ന് നീ വലിച്ചെറിയുവാൻ, നീ അതിനെ ഉപേക്ഷിക്കുവാൻ, ഈ മനസ്സിനകത്ത് മാത്രം വച്ച് താലോലിച്ച് ആരോടും പറയാതെ ഇന്ന് ഈ ഹോളിനകത്ത് വന്നപ്പോൾ തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് മനസ്സിലാക്കിയിട്ട് ചില ഹൃദയങ്ങളോട് സംസാരിക്കപ്പെടുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തത് നീ മറക്കരുത്. യേശുവിനെ അനുഗമിക്കുന്ന ദൈവജനമേ, ആ സ്നേഹത്തെ നീ തിരിച്ചറിയണം. നിനക്ക് രോഗശാന്തി മാത്രം തരുന്നവനായിട്ട് കാണരുത്, നിന്റെ സാമ്പത്തിക ആവശ്യങ്ങളെ മാത്രം തരുന്നവനായിട്ട് നീ കാണരുതെന്ന്, നിന്റെ ആവശ്യങ്ങളിൽ മാത്രം ഓടിയെത്തുന്ന ഒരു കാര്യസ്ഥനായിട്ട് മാത്രം കാണരുത്. നിന്റെ ഓരോ സ്പന്ദനങ്ങളും അറിയുന്ന, നിന്റെ ഓരോ ആവശ്യങ്ങളും അറിയുന്ന കർത്താവ് ഉണ്ട്. സാമ്പത്തിക തകർച്ചയുടെ മധ്യത്തിൽ ആരെങ്കിലും ഈ കൂട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക വിഷയത്തിൽ മനസ്സ് തകർന്നിരിക്കുന്നവരുണ്ട് എങ്കിൽ, മാനക്കേടും നാണക്കേടും സഹിക്കവയ്യാതെ എന്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിരാശയോടുകൂടി ആയിരിക്കുന്നു എങ്കിൽ, ഇന്ന് കൈയടിക്കാനോ ഹല്ലേലൂയ പറയാനോ സ്തോത്രം പറയാനോ മാത്രമല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്നു, കടബാധ്യത മാറാൻ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു വ്യക്തിക്ക് ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. നീ ദൈവഭക്തനാകണം. സഹോദരങ്ങളെ, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഒന്നുണ്ട്, ദൈവത്തോട് നീ നിരപ്പ് പ്രാപിച്ച് പ്രാർത്ഥനാ ജീവിതമുള്ള, ആരാധന അനുഭവമുള്ള, ദൈവികമായ കാര്യാദികൾ ഇൻവോൾവ് ആകപ്പെടുന്ന ഒരു വ്യക്തി ജീവിതമായിരിക്കപ്പെടുമ്പോൾ നീ ഒരിക്കലും മറന്നു പോകരുത്, എൻ്റെ കർത്താവ് നിന്നെ ഒരിക്കലും നിന്ന് കേൾപ്പിക്കത്തില്ല. ബുദ്ധിമുട്ടൊക്കെ നമുക്ക് വരും, പ്രയാസമൊക്കെ നമുക്ക് വരും, പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നിനും കുറവ് വരുത്താൻ പാടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നാം കർത്താവിന് തന്നെ സമർപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. പത്രോസ് ടാക്സ് കൊടുത്തില്ല. ഇനി ചിലപ്പോൾ ദിവസങ്ങൾക്കകം വെച്ച് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പട്ടാളം വരും, വന്നിട്ട് പറയും, ആരാ പത്രോസ് വാടാ, ഇവിടെ ടാക്സ് കൊടുത്തില്ലേ, വാ എടുക്ക, കയറ്, അവനെ കൊണ്ട് കൽത്തുറങ്ങിലും. ഇതെൻ്റെ നാഥന് കണ്ടു നിൽക്കാൻ പറ്റത്തേയില്ല. എന്റെ ശിഷ്യനെ റോമൻ സാമ്രാജ്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല. എന്റെ നാഥൻ വിളിച്ച്, പത്രോസേ വാ, നിനക്ക് ജോലി ചെയ്യാൻ മനസ്സുണ്ടോ? നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. മത്തായി സുവിശേഷം 17-ാം അധ്യായം 27-ാമത്തെ വാക്യം. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെല്ലണം, പോകണം. കടലില് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക, അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർബ്രഹ്മ പണം കാണ്, അതെടുത്ത് എനിക്കോ നിനക്കും വേണ്ടി കൊടുക്ക. എല്ലാവരും പറഞ്ഞാട്ടെ, എനിക്കോ നിനക്കും വേണ്ടി കൊടുക്ക, എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക. ദൈവം ഇടപെടും. ലാസ്റ്റ് ഘട്ടത്തിൽ 11 പേരും ടാക്സ് കൊടുത്തു.
പ്രൈസ് ദി ലോർഡ്. പത്രോസ് വിചാരിച്ചാണ്, എൻ്റെ അത്രയും പ്രാർത്ഥിക്കാത്തവന്മാരെല്ലാം കൃത്യമായി, എൻ്റെ അത്രയും പള്ളി പോകാത്തവന്മാർക്ക് എല്ലാവർക്കും ബാധ്യതയില്ല, ഞാനിപ്പോ ദൈവത്തിന്റെ കൂടെ നടക്കുന്നു, ഞാൻ മലങ്കയായിട്ട് നടക്കുകയാ, പക്ഷെ എൻ്റെ ബാധ്യത തീരുന്നില്ല. യേശു കർത്താവ് പറഞ്ഞു, കടലിൽ പോണം, മഞ്ഞ് മഴ ഒന്നും നോക്കരുത്, കഠിനാധ്വാനം ചെയ്യണം, ചൂണ്ടയെടുക്ക്, വലയെടുക്കണ്ട, ചൂണ്ടയെടുക്ക്, അതിൽ ഇര കൊരുത്തിട്, ചെന്നിരിക്കുക, പൊരിയുന്ന വെയിലത്ത് ആ കടൽക്കരയിൽ ചെന്നിരിക്കാം. ഇട്ടു. കോടിക്കണക്കിന് മത്സ്യങ്ങൾ ആ കടലിലുണ്ട്. ഒരൊറ്റ മത്സ്യത്തിന്റെ വായ്ക്കകത്ത് മാത്രമാണ് ചതുർബ്രഹ്മം ഉള്ളത്. ചതുർബ്രഹ്മപ്പണം വച്ചിട്ടുള്ളത് ഒരൊറ്റ മത്സ്യത്തിന്റെ ഉള്ളിനകത്ത്. ഈ മത്സ്യം ഈ ചൂണ്ടൽ ചെന്ന് വിടുന്ന സമയത്തിൽ ഇതുവരെ ഇത് ആർക്കും ഈ ചതുർബ്രഹ്മത്തെ കൊടുത്തിട്ടില്ലായിരുന്നു. ആ ചതുർബ്രഹ്മത്തെയും വഹിച്ചുകൊണ്ട് അത് ഓടി വന്നു പത്രോസിന്റെ ചൂണ്ടയിലേക്ക് ചാടി പിടിച്ചു. പത്രോസ് അതിനെ എടുത്തു. എന്റെ നാഥൻ പറഞ്ഞു, അതിന്റെ വായ് പിളർക്കണം. വായ് പിളർക്കുമ്പോഴോ നമുക്ക് ടാക്സ് കൊടുക്കാനുള്ളത് അതിനകത്ത് ഇരിപ്പുണ്ട്, നീ എടുക്കണം, എല്ലാം നീ എടുക്കരുത്. യേശു എന്താ പറഞ്ഞത്? എനിക്കും നിനക്കും. പല ആൾക്കാർക്കും ദൈവത്തിന്റെ ആത്മാവ് ചതുർബ്രഹ്മപ്പണം പല മത്സ്യങ്ങളുടെയും കൊടുത്തു. പക്ഷേ കർത്താവ് പറഞ്ഞത് മറന്നുപോയി. ഇത് എനിക്ക് വേണ്ടി മാത്രമാണ്, എനിക്കും എൻ്റെ പിള്ളേർക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്ക് എനിക്ക് മാത്രം. പക്ഷേ യേശുവിന് കൊടുക്കാൻ നീ മറന്നുപോയോ? ഇനിയും ടാക്സ് കൊടുക്കണ്ടേ? പിറ്റേ വർഷമാകുമ്പോൾ 3 മാസം കഴിയുമ്പോൾ വീണ്ടും ടാക്സ് കൊടുക്കണ്ടേ? ആകയാലിട്ട് പ്രതീക്ഷിക്കാത്ത ചില വഴികൾ സ്വർഗത്തിലെ ദൈവം നിനക്കായിട്ട് തുറക്കുമ്പോൾ ദൈവം പറയാൻ മറക്കാത്ത ഒരു കാര്യമുണ്ട്. ആ ചതുർബ്രഹ്മത്തില് എനിക്കൊരു ഓഹരി ഉണ്ട് കേട്ടോ. എനിക്കുള്ളത് എനിക്ക് തന്നെ തരണം, എനിക്കുള്ളത് എനിക്ക് തന്നെ മാറ്റി വയ്ക്കപ്പെടണം, നിനക്കുള്ളത് നീ തന്നെ എടുക്കണം. ഇന്ന് പകൽ സമയം മറക്കരുത് സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവ് ചില നന്മകൾ നൽകപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് ചില അനുഗ്രഹങ്ങൾ നൽകപ്പെടുമ്പോൾ അതിന്റെ പിന്നില് നീ മറക്കരുത്, എല്ലാം നിനക്കുള്ളതല്ല, ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം.